കൈക്കൂലി കേസിൽ രണ്ടാം പ്രതിയായ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭാ ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ എം.എൽ.എ. പി.സി. ജോർജ് ഉദ്ഘാടനം ചെയ്തു. കൈക്കൂലി കേസിലകപ്പെട്ട നഗരസഭാ ചെയർമാൻ കൗൺസിലർ സ്ഥാനവും രാജിവെക്കണമെന്ന് പി.സി. ജോർജ് ആവശ്യപ്പെട്ടു. പൊതുപ്രവർത്തന രംഗത്ത് നിന്നുപോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ CPIM ജില്ലാ നേതൃത്വം തയ്യാറാകണം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടാളികളുമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സ്വന്തം മകളുടെ കമ്പനിയിൽ നിന്ന് പോലും 1.75 കോടി കമ്മീഷൻ കൈപ്പറ്റിയതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് പോലും പിണറായി വിജയൻ നാണവും മാനവുമില്ലാതെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് എന്നും പി.സി. ജോർജ് കുറ്റപ്പെടുത്തി. ഈ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ കൈക്കൂലിക്കാരായി മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും അപകടകരവും അപമാനകരവുമായ കാര്യമാണ്. ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കണം, അല്ല രാജിവെച്ചതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ BJP-ക്കാർ കരുതുന്നില്ല. നിങ്ങളെ ചെയർമാൻ സ്ഥാനം മാത്രം രാജിവെച്ച പോരാ, കൗൺസിലർ സ്ഥാനവും ഈ APN രാജിവെച്ചേ മതിയാവും. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം അധ്യക്ഷത വഹിച്ചു. മധ്യമേഖല പ്രസിഡന്റ് N. ഹരി, ജില്ലാ പ്രസിഡന്റ് KS അജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PA വേലുക്കുട്ടൻ, PP സാനു, മുനിസിപ്പൽ കൗൺസിലർമാരായ PG രാജശേഖരൻ, C. ജിതേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K. കുമാർ, C. സന്തോഷ് കുമാർ, മണ്ഡലം സെക്രട്ടറി ഷിബു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.